ഉദ്യോഗസ്ഥ കെ വാസുകിയെ വിദേശകാര്യ സെക്രട്ടറിയായി നിയമിച്ച കേരള സർക്കാർ. കേരളത്തിന്റെ വിദേശകാര്യ സെക്രട്ടറിയായി കെ വാസുകി IAS നിയമിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ഭരണഘടനാ വിരുദ്ധം തന്നെയാണ്. നിലവിലുള്ള ചുമതലകൾക്ക് പുറമെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും മേൽനോട്ടം ഇനി മുതൽ വാസുകി നിർവഹിക്കും എന്നാണ് റിപ്പോർട്ടുകൾ. ജൂലൈ 15-ന് സർക്കാർ ഇത് സംബന്ധിച്ച ഉത്തരവ് ഇറക്കി. വിദേശ സഹകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ അധിക ചുമതല സെക്രട്ടറി കെ വാസുകി വഹിക്കുമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. വിദേശത്തുള്ള മലയാളികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിദേശ മന്ത്രാലയവുമായി ബന്ധപ്പെടാൻ സർക്കാർ ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കാറുണ്ട്. നോർക്കയുടെ ചുമതലയുള്ള സെക്രട്ടറിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനോ ആണ് സാധാരണയായി ഈ ചുമതല നിർവഹിക്കുന്നത്. എന്നാൽ ഒരു IAS ഉദ്യോഗസ്ഥയെ വിദേശകാര്യ സെക്രട്ടറിയായി സർക്കാർ ചുമതലയേൽപ്പിക്കുന്നത് വിചിത്രമായ ഒരു തീരുമാനമായാണ് പലരും ഇതിനെ വിലയിരുത്തുന്നത്. കേരള സർക്കാരിനെ പിരിച്ചുവിടണം എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രതികരണങ്ങൾ എത്തുന്നത്. കേരളം ഒരു പ്രത്യേക രാഷ്ട്രമായി മാറിയോ? കട്ടിംഗ് സൗത്തിന് കേരള സർക്കാരിന്റെ കയ്യൊപ്പുണ്ടോ? കേരളത്തിന് വിദേശകാര്യ സെക്രട്ടറിയെ നിയമിച്ചു എന്ന വാർത്ത രാഷ്ട്രത്തിന്റെ അഖണ്ഡതയ്ക്കും സുരക്ഷയ്ക്കും മേലുള്ള പ്രകടമായ കടന്നുകയറ്റവും വെല്ലുവിളിയും തന്നെയാണ്. ഇത്തരം സംഭവങ്ങളിൽ ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും നിഷ്ക്രിയമായിരിക്കുന്ന ഒരു ദേശീയ ആഭ്യന്തര വകുപ്പും കയ്യടി നേടത്തക്കതല്ല. കേരള സർക്കാർ അടിയന്തരമായി നിയമന ഉത്തരവ് പിൻവലിച്ച് തെറ്റ് തിരുത്തുക തന്നെ വേണം. തയ്യാറാകാത്ത പക്ഷം മന്ത്രിസഭയെ തന്നെ പിരിച്ചുവിടാവുന്ന ഗുരുതര സാഹചര്യമാണ് ഇത്. BJP അടക്കമുള്ള ദേശീയ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും സാഹചര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി കടുത്ത സ്വഭാവത്തിൽ ഇടപെടണം എന്നാണ് ദേശീയ നേതാക്കൾ അടക്കമുള്ള ഒട്ടുമിക്ക ആളുകളും ഇതിൽ പ്രതികരണവുമായി രംഗത്ത് എത്തിയിരിക്കുന്നത്.